ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ദിസ് ഈസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നൊരു സിനിമയാണിത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. ചിലർക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഒരു മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് പറയുന്നത്. ആരാണ് ശരിക്കും മാവോയിസ്റ്റ്, എങ്ങനെയാണ് ഒരു മാവോയിസ്റ്റ് ഉണ്ടാവുന്നത്, ശരിക്കും ഈ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞു നടക്കുന്നവരൊക്കെ മാവോയിസ്റ്റ് ആണോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഒരു ടിപ്പിക്കൽ സിനിമ എന്ന് തന്നെ പറയാം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നൊക്കെ പറയാം. ത്രില്ലർ ആണെങ്കിലും കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ത്രൂ ഔട്ട് കോമഡി സിനിമയല്ല, പക്ഷേ ഒരു ത്രില്ലർ ടൈപ്പ് മൂവിയാണ്. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണ്. കുഞ്ചാക്കോ ബോബൻ്റെ ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് തന്നെ പറയാം. പുള്ളി നല്ല രസമായിട്ട് തന്നെ സേതു എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും കുഞ്ചാക്കോ ബോബനെ കാണൂല ഈ സിനിമയിൽ, ഈ ക്യാരക്ടറിനെ മാത്രമേ കാണുള്ളൂ. അത്രയും ഗംഭീരമായിട്ട് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പുള്ളി വേറൊരു മാർക്കോസ് എന്നൊരു ക്യാരക്ടറായിട്ട് കുറച്ച് സീനുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അതും ഗംഭീരമായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി വന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട് സിനിമയിൽ. അതൊക്കെ നല്ല ഗംഭീരമായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ്റെ ചേട്ടൻ്റെ കഥാപാത്രമായിട്ട് വരുന്ന ദിലീഷ് പോത്തൻ, മധു എന്ന കഥാപാത്രം, പുള്ളിയും നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. കുഞ്ചാക്കോ ബോബനും ദിലീഷ് പോത്തനും തമ്മിലുള്ള അവരുടെ ഒരു റിലേഷൻ, ചേട്ടൻ അനിയൻ തമ്മിലുള്ള റിലേഷൻ, അതും ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു റിലേഷൻ സംഭവമൊക്കെ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ പ്രേക്ഷകരെ ഇമോഷണലി കണക്റ്റഡ് ചെയ്യുന്നൊരു സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ സജിൻ ഗോപുവിൻ്റെ പെർഫോമൻസും രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു മാവോയിസ്റ്റിൻ്റെ ക്യാരക്ടറാണ് പുള്ളി ഈ സിനിമയിൽ ചെയ്യുന്നത്. അതിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ നല്ല രസമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ടർ ചിദംബരം ഒരു ഗംഭീര ക്യാരക്ടർ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല രസമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഒരു വാച്ചബിൾ മൂവി ആയിട്ടാണ് ഈ സിനിമ അനുഭവപ്പെട്ടത്. അപ്പോൾ ആക്ടേഴ്സിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് ഒക്കെ ഉള്ള ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.